നമസ്കാരം ചെൽസി ഫാൻസ്, ഫുട്ബോൾ ഫാൻസ്, വെൽക്കം ബാക്ക് ടു ചെൽസിക്കാരൻ ചാനൽ. പല കോച്ചുകൾക്കും പല ഫേവറേറ്റ് പ്ലേയേഴ്സ് ഉണ്ട്. ഒരു പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശംസിച്ചുകൊണ്ടിരുന്ന ഒരു സൺ ഫാദർ ഡുവോ റിലേഷൻഷിപ്പ് ആയിരിക്കണം മേസൺ മൗണ്ട് ആൻഡ് ഫ്രാങ്ക് ലാംപാർഡ്. അത് ഇന്റർവ്യൂവിൽ ചോദിച്ചിട്ടുണ്ട്, ഈസ് യുവർ ലാംപാർഡ് സൺ? കാരണം എന്ത് കളി എന്തെങ്കിലും ഉണ്ടെങ്കിലും മേസൺ മൗണ്ട് കളിക്കുന്നു, എവിടെ ഇല്ലെങ്കിലും മേസൺ മൗണ്ട് കളിക്കുന്നു, എന്ത് ഫോമായാലും മേസൺ മൗണ്ട് കളിക്കുന്നു. അവസാനം ഈസ് ബിക്കം സച്ച് എല്ലാ കോച്ചുകളും പുള്ളിക്കാരനെ തന്നെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അങ്ങനെ നമ്മുടെ എൻസോ മരസ്കയ്ക്ക് കൊണ്ട് ഒരു ഫേവറേറ്റ് സൺ, ദാറ്റ് ഇസ് റോബർട്ട് സാഞ്ചസ്. എല്ലാവരും പറയുന്നു നോണി മാഡ്യൂക്കയാണ്. നോണി മാഡ്യൂക്ക അല്ല. കാരണം നോണി മാഡ്യൂക്കിനെ പുള്ളിക്കാരനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. കഴിഞ്ഞ കളിയിൽ നെറ്റോ അൺഅവൈലബിൾ ആയിരുന്നു. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും നോണി മാഡ്യൂക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ആൻഡ് നോണി മാഡ്യൂക്കെ നമ്മൾ സത്യം പറഞ്ഞ ആസ് എ ചെൽസി ഫാൻ നമ്മൾ ഓവർലി സ്ക്രൂട്ടനൈസ് ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് ആണ്. അപ്പൊ ഞാനും നിങ്ങളും ഇരുന്ന് കാണുമ്പോഴത്തേക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ടും ആ ഒരു അസിസ്റ്റും വരുന്നില്ല. പക്ഷെ അതല്ലാണ്ട് നമ്മളൊരു ന്യൂട്രൽ ഫാൻ എന്ന് നമ്മൾ നോണി മാഡ്യൂക്കയുടെ നമ്പേഴ്സ് മാത്രം എടുത്ത് നോക്കാൻ തരുത്. ഈസ് ഡൂയിങ് ഗുഡ്. അവന്റെ പെനിട്രേറ്റീവ് റൺസ്, പെനൽറ്റി ബോക്സിലേക്കുള്ള ഇൻ ടച്ച്, എബിലിറ്റി ടു ക്രോസ്, പിന്നെ കഴിഞ്ഞ കളിയിൽ പാൽമറിന്റെ ഷോട്ട് നല്ലോണം ക്ലിയർ ചെയ്തു. അപ്പൊ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് അല്ലെങ്കിൽ ചെറിയ ചെറിയ അബദ്ധങ്ങൾ കാണിക്കുമ്പോൾ ഓവർ സ്ക്രൂട്ടിനി വരും എല്ലാവർക്കും നോണി മാഡ്യൂക്കിന്റെ മേലിൽ. അത് സ്വാഭാവികമാണ്. പക്ഷെ അവൻ നോണി മാഡ്യൂക്ക് ഇപ്പോൾ പക്ഷേ ചെൽസി പ്ലെയർ ആയിരുന്നില്ല. നേരെ മറിച്ച് അവൻ ഇപ്പൊ ക്രിസ്റ്റൽ പാലസിലോ ഫുൾഹമിലോ കളിച്ചുകൊണ്ടിരുന്ന ഒരു പ്ലെയർ ആയിരുന്നു. അവൻ ഇതേ മിസ്റ്റേക്സ് ഒക്കെ കാണിച്ചിരുന്നെങ്കിലും നമ്മൾ പറഞ്ഞേ നോണി മാഡ്യൂക്കെ കണ്ടോ. ഒരു കണക്കിന് നോണി മാഡ്യൂക്കെ ഹാസ് ബിക്കം ഒരു ടാർഗറ്റ് എന്നെ പോലെയുള്ളവർക്കും ചെൽസി ഫാൻസിനും, ബിക്കോസ് നമ്മളാ കാണുന്ന ഒരു റിസൾട്ട് കാണാത്തതുകൊണ്ട്. അപ്പൊ ഡിസിഷൻ മേക്കിംഗ് കുറെ കൺസേൺ ഉള്ളതുകൊണ്ട്. പക്ഷെ ഓവറോൾ ഹീസ് റിയലി ഇംപ്രൂവിംഗ് വെൽ. അത് മെറസ്ക കാണുന്നുണ്ട്. അതുകൊണ്ടാണ് മെറസ്ക റെഗുലർലി ഗെയിം ടൈം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ വി ഹാവ് പെഡ്രോ നെറ്റോന് ശരിക്കും പറഞ്ഞാൽ സീസണിലേക്ക് ഒന്ന് വാം അപ്പ് ചെയ്യാൻ സമയം വേണ്ടി വന്നു. പിന്നെ നമുക്ക് കാണാൻ പറ്റും പെഡ്രോ നെറ്റോ നോണി മാഡ്യൂക്കെ സ്വിച്ച് നമുക്ക് റെഗുലർലി കാണാൻ പറ്റും. കാരണം അപ്പുറത്ത് ലെഫ്റ്റ് വിംഗിൽ ഇപ്പൊ ജോവോ ഫെലിക്സിനെ ആയാലും സാൻജോ ഇപ്പൊ തിരിച്ചു വന്നു, മുഡ്രിക് ആയാലും അവിടെ കളിപ്പിക്കാനായിട്ടുള്ള പ്ലേയേഴ്സ് ഉണ്ട്. ഐ എം വെരി വെരി ഷുവർ നമ്മൾ ആ നോണി മാഡ്യൂക്കെ പെഡ്രോ നെറ്റോ സ്വിച്ച് കാണാം എന്നുള്ളത്. പക്ഷെ ക്വസ്റ്റ്യൻ അവിടെ അതല്ല. ക്വസ്റ്റ്യൻ ഇസ് റോബർട്ട് സാഞ്ചസ്. ഇവനെ എന്ത് വന്നാലും മാറ്റില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് മെറസ്ക ഇട്ടിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ കളിയിൽ പുള്ളിക്കാരൻ കാണിച്ച കോമഡി ഒക്കെ കണ്ടു നമ്മൾ ചിരിച്ചു. അവനായിട്ട് നമ്മുടെ പ്ലെയറിന്റെ മേലിൽ പ്രഷർ ഇടുന്നുണ്ട്. സി, റോബർട്ട് സാഞ്ചസിന്റെ മൊത്തം കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചെൽസിയിൽ അവൻ ഇടയ്ക്കൊക്കെ മിസ്റ്റേക്സ് വരുത്തുള്ളൂ. പക്ഷെ ആ വരുത്തുന്ന മിസ്റ്റേക്സ് ഒക്കെ ഭയങ്കര കോസ്റ്റ്ലി ആണ്. നമുക്കതൊരു ഗോൾ കൺസിഡർ ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരു പെനൽറ്റി കൺസിഡർ ചെയ്യും. അനാവശ്യമായിട്ടൊക്കെ പെനൽറ്റി കൺസിഡർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഏറ്റവും വലിയ മിസ്റ്റേക്ക് അല്ലെങ്കിൽ പുള്ളിക്കാരൻ കാണിച്ച മെസ്സ് ആർസണലിനെതിരെ കഴിഞ്ഞ സീസണിൽ പോച്ചറ്റിനോന്റെ കീഴിൽ കളിച്ചപ്പോൾ ഡെക്ലൻ റൈസിന് കൊടുത്ത അസിസ്റ്റ്. അത് ഡെക്ലൻ റൈസിന്റെ അടിപൊളി ഒരു ഫിനിഷ് ആയിരുന്നു, പക്ഷെ അതൊരു മണ്ടത്തരമായിരുന്നു. പിന്നെ ചില റോബർട്ട് സാഞ്ചസിന്റെ ലോങ് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോകുന്ന സ്പീഡിൽ ബോൾ തിരിച്ചു വരും. കാരണം അത് നമ്മുടെ പ്ലേയേഴ്സിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ നമ്മുടെ പ്ലേയേഴ്സ് ഏരിയയിൽ ഒട്ടും സ്ട്രോങ് അല്ല. ആരാണ് ഫ്രണ്ടിൽ കളിക്കുന്നത്? നിക്കലസ് ജാക്സൺ, കോൾ പാൽമർ, നോണി മാഡ്യൂക്കെ, ജോവോ ഫെലിക്സ്. അല്ലെങ്കിൽ അപ്പുറത്ത് ഫെലിക്സിനെ മാറ്റി കഴിഞ്ഞാൽ നെറ്റോ അല്ലെങ്കിൽ സാൻചോ. ഇവരൊന്നും ഏരിയയിൽ സ്ട്രോങ് അല്ല. അപ്പൊ ഇവർക്കൊക്കെ ലോങ് ബോൾസ് കിട്ടി നമ്മൾ ഏരിയയിൽ ബോൾ വിൻ ചെയ്യുന്ന പറയുന്നതിൽ അർത്ഥമല്ല. ആൻഡ് അപ്പുറത്തെ ഡിഫൻഡേഴ്സ് കുറെ കൂടെ ടോളും സ്ട്രോങ് ആവുന്ന സ്ഥിതിക്ക് അവര് ബോൾ വിൻ ചെയ്ത് നമ്മുടെ പകുതിയിലേക്ക് പെട്ടെന്ന് വരുന്നു. ഇപ്പൊ ഉദാഹരണം ഞാൻ സാഞ്ചസിന്റെ അല്ല, വേറെ ടീമിന്റെ ഉദാഹരണം. കഴിഞ്ഞ കളി നമ്മൾ ലെസ്റ്റർ സിറ്റി ആയിട്ട് അടിച്ച ഗോൾ എന്തായിരുന്നു? ഗോൾ കീപ്പർ ലോങ് ബോൾ അടിച്ചു, ബാദേശേലിന് കിട്ടി, ബാദേശേൽ അത് തിരിച്ച് ടാപ്പ് ചെയ്തു, പിന്നെ ജാക്സൺ ഗുസ്തി പിടിച്ചിട്ട് ബോൾ വിൻ ചെയ്തെടുത്തു എന്നുള്ളത് തന്നെയാണ്. അപ്പൊ റോബർട്ട് സാഞ്ചസിന്റെ ലോങ് ബോൾസ് ആക്യുറസിയും ഭയങ്കര പ്രശ്നമാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഡിസിഷൻ മേക്കിംഗ് ഭയങ്കര മോശമാണ്. അപ്പോൾ റോബർട്ട് സാഞ്ചസ് എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പറിനെ ഞാൻ വിലയിരുത്തുമ്പോൾ അടിപൊളി ഷോട്ട് സ്റ്റോപ്പറാണ്, നല്ല പാസിംഗ് റേഞ്ചും ഉണ്ട്. പക്ഷെ അവന്റെ ഏറ്റവും വലിയ ഇഷ്യൂ ഡിസിഷൻ മേക്കിംഗ് ആണ്. ചില സമയത്ത് അവന്റെ തലയിൽ കിളി പോയിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മൾ റഹീം സ്റ്റേർലിങ്ങിനെ പണ്ട് കളിയാക്കിയ ഒരു സിറ്റുവേഷൻ ഉണ്ട്. ഗജനി എന്ന് പറഞ്ഞൊരു ഞാൻ കളിയാക്കിയിട്ടുണ്ട്. അതായത് പുള്ളിക്കാരൻ ബോൾ ഡ്രിബിൾ ചെയ്തിട്ട് ഫ്രണ്ടിൽ എത്തിയിട്ട് ഞാനിപ്പോ എന്ത് ചെയ്യട്ടെ, ഞാനിപ്പോ പോസ്റ്റിന്റെ മുന്നിൽ എത്തിയിട്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാഞ്ചസിന്റെ ഡിസിഷൻ മേക്കിംഗ് അല്ലെങ്കിൽ ഗെയിം അവയർനെസ് അല്ലെങ്കിൽ ഗെയിം IQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ഹൊറിബിൾ. ചില സമയത്ത് അടിപൊളിയാണ്, പക്ഷെ ചില സമയത്ത് അവൻ കാണിക്കുന്ന മണ്ടത്തരം കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് കോസ്റ്റസ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ലോങ് ബോൾ ക്ലിയറൻസ് ഒക്കെ പിടിക്കുന്നതിന് പകരം പുള്ളിക്കാരൻ ചാടി അങ്ങോട്ട് തള്ളി കളിക്കണം. അപ്പൊ ഇവിടെയാണ് ഇഷ്യൂ വരുന്നത്. അതായത് ഒരു പ്ലെയർ ഫ്രം എ ക്വാളിറ്റി, ഒരു ടെക്നിക്കൽ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വ്യൂ ഹീസ് ഗുഡ്. അവന്റെ ഷോർട്ട് സ്റ്റോപ്പിംഗ് അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ട്രെയിനിങ്ങിൽ നോക്കാൻ നേരം അവൻ ചാടുന്നു, റിഫ്ലക്ട് ആക്ഷൻസ്, ഷോർട്ട് സ്റ്റോപ്പിംഗ്, ഡിസിഷൻ മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പക്ഷെ ഓൺ ദ ഗെയിം ഇൻ ദ മൊമെന്റ് അവൻ ചില സമയത്ത് എടുക്കുന്ന ഡിസിഷൻ വെച്ച് നോക്കാൻ നേരത്ത് നമുക്ക് നെഞ്ചടിച്ച് ചാവാം എന്നുള്ളതേ നമുക്ക് പറ്റുള്ളൂ. അതാണ് ഒരു ഇഷ്യൂ. അവന്റെ ഗെയിം IQ. നമുക്ക് കെപ്പാരിസബലാഗയുടെ പ്രശ്നം എന്തായിരുന്നു? ബോൾ കൈകൊണ്ട് പിടിക്കാന്ന് പറയുന്നത് ചെറിയ പ്രശ്നമുണ്ട് കെപ്പാരിസബലാഗയ്ക്ക്. മെൻഡിക്ക് എന്തായിരുന്നു പ്രശ്നം? മെൻഡി കാലും കൊണ്ട് തട്ടുമ്പോഴത്തേക്കും നമുക്ക് ടെൻഷൻ ആയിരുന്നു. റോബർട്ട് സാഞ്ചസ് രണ്ടിലും നല്ലതാണ്. ഹീസ് ഗുഡ് അറ്റ് ബോൾ അറ്റ് ഹിസ് ഫീറ്റ്, ഹീസ് ഓൾസോ ഗുഡ് വിത്ത് ബോൾ അറ്റ് ഹിസ് ഹാൻഡ്സ്. രണ്ടിലും നല്ല ക്വാളിറ്റിയാണ്. അതാണ് മെറസ്കയും ടീമും എപ്പോഴും സാഞ്ചസിനെ ഇത്രയും റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ രണ്ടിലും നല്ല ക്വാളിറ്റിയാണ്.
ബട്ട് ഡിസിഷൻ മേക്കിംഗ് ഈസ് വെർ ഹീസ് ഹോറിബിൾ. ആൻഡ് ഒരു ഗോൾ കീപ്പർ ഡിസിഷൻ മേക്കിംഗിൽ തെറ്റുകുറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ടീമിനെ അത് വല്ലാണ്ട് ബാധിക്കും. അതിൽ മറുവശമാണ് ഇപ്പുറത്തെ ഒരു എക്സാമ്പിൾ ജോവോ ഫെലിക്സ്. വേൾഡ് ക്ലാസ് ടാലന്റ്, അന്യായ ടാലന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ലെവൽ ടാലന്റ് ആണ്. പക്ഷെ ഡിസിഷൻ മേക്കിംഗ് ചില സമയത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ ആയിരിക്കും ഇത് എന്താ കാണിച്ചു കൂട്ടണം എന്നുള്ളത്. ആൻഡ് എക്സിക്യൂഷൻ, റോബർട്ട് സാഞ്ചസിനും അത് തന്നെയാണ് പ്രശ്നം. അവന്റെ ഡിസിഷൻ മേക്കിങ്ങും എക്സിക്യൂഷനും ചില സമയത്ത് ഭയങ്കര വൻ പരാജയമാണ്. ജോവോ ഫെലിക്സ് അപ്പുറത്ത് കാണിക്കുന്നത് കുഴപ്പമില്ല, കാരണം അതൊരു ഗോള് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. പക്ഷെ ഇവിടെ സാഞ്ചസ് അത് കാണിക്കുമ്പോൾ നമ്മുടെ ഗോള് കൺസിഡർ ചെയ്യുന്നു. എന്തോ മെറസ്കയ്ക്ക് ഒരു ഉണർവ് ഉണ്ടാവട്ടെ എന്നുള്ളത് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അഥവാ സാഞ്ചസ് ഇമ്പ്രൂവ് ആവട്ടെ. സാഞ്ചസ് ഇമ്പ്രൂവ് ആവുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പ്രതീക്ഷ ആക്കൂടെ മെറസ്ക ഉണർവ് വരട്ടെ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഡു ലെറ്റ് മീ നോ ഗൈസ് നിങ്ങളുടെ തോട്ട്സ് ഇൻ ദി കമന്റ് സെക്ഷൻ. താങ്ക് യു സോ മച്ച് വാച്ചിങ്. സൈനിങ് ഓഫ് SK ഫ്രം ചൽസി കാർ.